ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ വൈസ് ആണ് കേട്ടോ. അത് ആദ്യം പറയാലോ, കുറച്ച് ലെങ്തി ആയിട്ട് ക്ലാസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓരോ ചാപ്റ്റർ വൈസിൽ ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളും നോക്കി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സ് ചാപ്റ്റർ നമ്പർ 1. സോ when this essay the work starts, Aristotle proposes to explore poetry in itself and its various kinds. Aristotle പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, Aristotle wants to explore poetry. Aristotle wants to explore poetry. What is poetry and what are the different kinds of poetry? അതാണ് ഫസ്റ്റ് അരിസ്റ്റോട്ടിൽ ഇതിൽ പറയുന്നത്. ഐഡൻറ്റിഫൈങ് ദ എസെൻഷ്യൽ ക്വാളിറ്റി ഓഫ് ഈച്ച്. ഇതിൽ ഓരോ പോയട്രിയും സച്ച് ആസ് കോമഡി, ട്രാജഡി, എപ്പിക് പോയട്രി, ഡിത്രാംസ്, മ്യൂസിക്, he ഐഡൻറ്റിഫൈ ദ എസെൻഷ്യൽ ക്വാളിറ്റി ഓഫ് ഈച്ച്. എല്ലാത്തിൻ്റെയും ക്വാളിറ്റീസും ഒക്കെ ഇയാൾ തരുന്നത് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഹി ഓൾസോ ഇൻറ്റൻസ് ടു എക്സാമിൻ ദ സ്ട്രക്ചർ ഓഫ് എ പ്ലോട്ട്. എന്തായിരിക്കും പ്ലോട്ട്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഹാവ് എ മിഡിൽ, ഷുഡ് ഹാവ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് എൻഡ്, ഇതൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. ദെൻ and the parts of a poem and any related aspects of the art. പിന്നെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ കാണാൻ പറ്റുന്ന സാധനമാണ് ഇമിറ്റേഷൻ അല്ലേ, അല്ലെങ്കിൽ മിമേസിസ് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണ് വാട്ട്സ് ദ മീനിങ് ഓഫ് ഇമിറ്റേഷൻ? ഹി ഡിഫൈൻസ് പോയിട്രി ആസ് എ മീഡിയം ഓഫ് ഇമിറ്റേഷൻ. ഇയാൾ പറയുന്നുണ്ട് പോയിട്രി എന്ന് പറയുന്ന സാധനം എന്താണ്? ഇറ്റ്സ് എ മീഡിയം ഓഫ് ഇമിറ്റേഷൻ. നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള മീഡിയമാണ് എന്ത്? പോയിട്രി അല്ലേ. ഇൻ ദ നെക്സ്റ്റ് ലൈൻ ഹി ഡിഫൈൻസ് വാട്ട് ഈസ് ഇമിറ്റേഷൻ. ഇമിറ്റേഷൻ ഡസൻ മീൻ കോപ്പിങ് റിയാലിറ്റി എക്സാക്ട്ലി. റിയാലിറ്റിയിലുള്ളൊരു സാധനം അതുപോലെ കോപ്പി ചെയ്യുന്നതല്ല ഇമിറ്റേഷൻ. റാദർ ദാൻ ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് റെഫേഴ്സ് ടു റെപ്രസെൻറ്റിങ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് അല്ലേ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ്, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ആക്ഷൻസ്, ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ആക്ഷൻസ്, നോബിൾ ആക്ഷൻസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലേ, ആൻഡ് എക്സ്പീരിയൻസ് ത്രൂ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ആർട്ട്. ദാറ്റ് ഈസ് എ മീനിങ് ഓഫ് ഇമിറ്റേഷൻ. അല്ലാതെ റാദർ ദാൻ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ കോപ്പിയിങ് ഓർ ഇമിറ്റേറ്റിംഗ് ദ സെയിം. ഫോർ അരിസ്റ്റോട്ടിൽ ഹ്യൂമൻസ് ആർ നാച്ചുറലി ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ഇമിറ്റേഷൻ. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് മനുഷ്യന്മാരെന്താണ്, ഹ്യൂമൻസ് എന്താണ്, നാച്ചുറലി ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ഇമിറ്റേഷൻ. വി നോ ദാറ്റ് ഹൗ എ ചൈൽഡ് ഷുഡ് ലേൺ ലാംഗ്വേജ് എങ്ങനെയാണ്? ത്രൂ ഇമിറ്റേഷൻ അല്ലേ. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് for Aristotle, humans are naturally inclined towards imitation. This is how we learn and how art engages. Then in next line he defines about different types of poetry അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയട്രി ആണ് അടുത്ത ഒരു സ്ലൈഡിൽ, അടുത്തൊരു പോയിൻ്റ്, അടുത്തൊരു ലൈനിൽ ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The different kinds of poetry are epic poetry, tragedy, comedy, dithyrambic poetry and the music of the flute and lyre അല്ലേ. എപ്പിക് പോയട്രി ഉണ്ട്, ട്രാജഡി വരുന്നുണ്ട്, കോമഡി വരുന്നുണ്ട്, ആൻഡ് ഓൾസോ ഡിത്രാമ്പിക് പോയട്രി വരുന്നുണ്ട്, ആൻഡ് ഓൾസോ ദ മ്യൂസിക് മീൻസ് ഫ്ലൂട്ട് ആൻഡ് ലയർ. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം ദ മെത്തേഡ് ഓർ ദ മീഡിയം ഓഫ് ടു എക്സ്പ്രസ് മ്യൂസിക് ഈസ് ത്രൂ ഫ്ലൂട്ട് ആൻഡ് ലയർ. ലയർ മീൻസ് ലിറിക് പോയട്രി. എങ്ങനെ ഉണ്ടായത്? ഹൗ ലിറിക് പോയട്രി വോൾട്ട് ത്രൂ ലയർ. ഒരു ലയർ എന്ന് പറയുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് പാടുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന മ്യൂസിക്കിനെ വിളിക്കുന്നത് നമ്മൾ ലിറിക് പോയട്രി വിളിക്കുന്നത് അല്ലേ. ഓക്കെ, സോ എക്സാമ്പിൾസ് ഓഫ് ഇമിറ്റേഷൻ, പോയട്രി ആൻഡ് ഡ്രാമ. അടുത്ത് പറഞ്ഞത് വെച്ചാൽ എക്സാമ്പിൾസ് ഓഫ് ഇമിറ്റേഷൻ അല്ലേ. എങ്ങനെയാണ് ഈ ഇമിറ്റേഷൻ വർക്ക് ചെയ്യുന്നത്? അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇൻ എപ്പിക് പോയട്രി ഹൗ ഇമിറ്റേഷൻ വർക്ക്സ്. ലോങ് നെറേറ്റീവ് വർക്ക്സ് ലൈക്ക് ഹോമേഴ്സ് ഇലിയഡ് വിച്ച് ഇമിറ്റേറ്റ് ഗ്രാൻഡ് ആക്ഷൻസ് ആൻഡ് ഹീറോയിക് ഡീഡ്സ് അല്ലേ. എന്താണ് ഇലിയഡിലെന്ന് പറയുന്നത്? എന്താ ഇലിയഡിൽ സ്കിലിസിൻ്റെയും ആ ട്രോജൻ വാറിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നു അല്ലേ. ലോങ് നെറേറ്റീവ് വർക്ക്സ് ലൈക്ക് ഹോമേഴ്സ് ഇലിയഡ് വിച്ച് ഇമിറ്റേറ്റ് ഗ്രാൻഡ് ആക്ഷൻസ് ആൻഡ് ഹീറോയിക് ഡീഡ്സ് അല്ലേ. സ്കിലിസിൻ്റെയും നമ്മുടെ ട്രോജൻ വാറിലെ അഗമനോണിൻ്റെയൊക്കെ അഗമനോണിൻ്റെയും കുറേ ഹീറോയിക് ഡീഡ്സും ഒക്കെ പറഞ്ഞു പോകുന്ന വർക്കാണ് എന്ത്? ഇലിയഡ്. സോ എപ്പിക് പോയട്രി ഇമിറ്റേറ്റ്സ് വാട്ട്? ഗ്രാൻഡ് ആക്ഷൻസ് ആൻഡ് ഹീറോയിക് ഡീഡ്സ് ഓഫ് പീപ്പിൾ. ദ നെക്സ്റ്റ് വൺ ട്രാജഡി. വെൻ ഇറ്റ് കംസ് ടു ട്രാജഡി, ഡ്രാമാസ് ദാറ്റ് ഇമിറ്റേറ്റ്സ് സീരിയസ് ആൻഡ് നോബിൾ ആക്ഷൻസ് അല്ലേ. ഡ്രാമാസ് അല്ലെങ്കിൽ ട്രാജഡീസ് എന്താണ്? ഇമിറ്റേറ്റ് സീരിയസ് ആൻഡ് നോബിൾ ആക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ട്രാജഡിയിൽ ജനറലി നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്. ഓഫൻ ലീഡിങ് ടു എ ഡൗൺഫോൾ. എന്നാൽ അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യും? ഒരു ട്രാജിക് എൻഡിലാണ് ആ ആ ഒരു ഡ്രാമ അവസാനം അല്ലേ. ഓഫൻ ലീഡ്സ് ടു എ ഡൗൺഫോൾ. എക്സാമ്പിൾ ഈഡിപ്പസ് റെക്സ് ബൈ സോഫോക്ലിസ് അല്ലേ. ഈഡിപ്പസ് റെക്സ് എന്താ? വാട്ട് ഹാപ്പൻ ടു ഈഡിപ്പസ്? തൻ്റെ അച്ഛനെ കൊന്ന അമ്മയെ തൻ്റെ ജൊക്കാസ് എന്ന് പറയുന്ന തൻ്റെ ഭാര്യ തൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം എന്താ പറയുന്നത് ഇയാൾ?
ഐ ഡോണ്ട് വോണ്ട് മൈ ഐസ് അയാൾ റൂമിൽ കയറുന്നത് തൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയാണ്. അപ്പോൾ ഒരു ട്രാജിക് എൻഡാണ് ആ ഒരു വർക്കിന് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്സ് ഹൗ ട്രാജഡി ബീങ് ഇമിറ്റേറ്റഡ്. ദെൻ കോമഡി ആണെങ്കിലോ ഡ്രാമാസ് ദാറ്റ് ഇമിറ്റേറ്റ്സ് ദ റിഡിക്കുലസ് ഓർ ഫൂളിഷ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അല്ലേ, എങ്ങനെയാണ് ഡ്രാമാസ് അല്ലെങ്കിൽ കോമഡീസ് സച്ച് ആസ് ഇമിറ്റേറ്റ് ദ റിഡിക്കുലസ് ഓർ റിഡിക്കുലസ് ഫുളിഷ്നെസ്. അല്ലേ, നമുക്കൊരു റിഡിക്കുലർ ആയിട്ടുള്ള സംഭവങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് എന്ത്, കോമഡി. റിഡിക്കുലസ് ഓർ ഫൂളിഷ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ മേക്കിംഗ് ദ ഓഡിയൻസ് ലാഫ്. എന്ത് ചെയ്യും, ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു പറയുന്നുണ്ട്. ഇൻ ദ അരിസ്റ്റോട്ടിൽ ഹി ഗീവ് എക്സാമ്പിൾ ഓഫ് വാട്ട് കോമഡി അരിസ്റ്റോഫേനസിൻ്റെ ക്ലൗഡ്സ്. അല്ലേ, വാട്ട് അരിസ്റ്റോഫേനസ് ഗ്രീക്ക് കൊമേഡിയൻ ആണ് കേട്ടോ. ഹു ആർ ദ ഗ്രീക്ക് ട്രജേഡിയൻസ്? ഏസ്കിലസ്, യൂറിപ്പിഡസ്, സോഫോക്ലിസ്. ദീസ് ആർ ദ ഗ്രീക്ക് ട്രജേഡിയൻസ്. അരിസ്റ്റോഫേനസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്രീക്ക് കൊമേഡിയൻ ട്രോപ്പ്. അപ്പോൾ ഇത് പറയുന്നൊരു എക്സാമ്പിളാണ് അരിസ്റ്റോഫേനസിൻ്റെ ക്ലൗഡ്സ് എന്ന് പറയുന്ന ഒരു വർക്ക്. ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ, മറന്നു പോകണ്ടേ. Then next one, dithyrambic poetry, a form of choral poetry often with a lyrical and religious tone. Like, what's mean dithyrambic poetry? It's a type of chorus poetry. Like choral poetry, it's a type of a form of choral poetry. Only one actor is there, only one person is there. Often with a lyrical and religious tone. Like, നമ്മൾ റിലീജിയസ് ആയിട്ട് മോഡോ അല്ലെങ്കിൽ ആ ഒരു മോഡൽ വരുന്ന സാധനം dithyrambic poetry. Next one, music. Instrument like the flute and lyre imitate emotions through rhythm and harmony. അല്ലേ, എക്സാമ്പിൾ നമുക്കറിയാം how the music is imitated. If we are happy, we can use a symbol or very good music to express our emotion. If we are sad, we have to how can we imitate? നമ്മൾ ഒരു സാഡ് ആയ സോംബർ ആയ മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യാം. So that's the meaning of, that's the how music is imitated. Instrument like the flute and lyre imitate emotions through rhythm and harmony. The next one, next topic or next line, he explains 3 aspects of imitation. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം ഓരോ ലൈനിലും ലൈക്ക് ബേക്കൺ എങ്ങനെയാണ് പ്രിസൈസ് ആണല്ലോ ബേക്കൻ്റെ നോട്ട്സ്. അതുപോലെ തന്നെയാണ് അരിസ്റ്റോട്ടിൻ്റെ പോയറ്റിക്സും. വലിയ ടെക്സ്റ്റ് ഒരുപാട് നോക്കി പോകാനുണ്ട്. ജസ്റ്റ് സമ്മറി മാത്രം വായിച്ചു പോയിട്ട് കാര്യമില്ല. ഞാൻ അതേ എല്ലാവരും പറയാം, സമ്മറി വായിച്ച് പോകരുത് ആരും, ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. നമുക്ക് ഒറ്റ മാർക്ക് മിസ്സാവാതെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് റാങ്കിൽ എത്തിപ്പെടും, അല്ലെങ്കിൽ നമുക്ക് റാങ്ക് താഴെ പോകും. ഓക്കെ, സോ the 3 aspects of imitation. He says that Aristotle identifies 3 key ways in which these forms of imitation differ. അല്ലേ, 3 വേകളാണ്. There are 3 different ways that these imitations are different. അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഈ 3 കാര്യങ്ങളിലാണ്. എങ്ങനെയൊക്കെയാണ്? ഒബ്ജക്ട്സ്, മാനർ ആൻഡ് മീഡിയം. അല്ലേ, ഒബ്ജക്ട്സ്, മാനർ ആൻഡ് മീഡിയം, ഈ 3 കാര്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനം ഡിഫർ ചെയ്യുന്നത്. ഹൗ, വാട്ട്സ് മീനിങ് ഒബ്ജക്റ്റ്? വാട്ട്സ് മീനിങ് ഒബ്ജക്റ്റ്? വാട്ട് ഈസ് ബീങ് ഇമിറ്റേറ്റഡ്? നമ്മൾ എന്താണ് ഇമിറ്റേറ്റ് ചെയ്യപ്പെടേണ്ടത്? നെക്സ്റ്റ് വൺ, മാനർ. ഹൗ ഈസ് എ ഇമിറ്റേഷൻ പ്രസൻറ്റഡ്? അല്ലേ, ഹൗ ഈസ് എ ഇമിറ്റേഷൻ പ്രസൻറ്റഡ് ആണ് എന്ത്? നിങ്ങൾക്ക് ആ സ്ലൈഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് അല്ല, അത് അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ബീങ് ഇമിറ്റേറ്റഡ്? വാട്ട് ഈസ് ബീങ് ഇമിറ്റേറ്റഡ്? ട്രാജഡി ആണെങ്കിൽ വാട്ട് ഈസ് ബീങ് ഇമിറ്റേറ്റഡ് ഇൻ ട്രാജഡി? Imitates noble and serious actions. These are high stakes moral or heroic events. അല്ലേ, നമ്മൾ വാട്ട് ഈസ് ബീങ് ഇമിറ്റേറ്റഡ് ഇൻ ട്രാജഡി? സീരിയസ് ആൻഡ് നോബിൾ ആക്ഷൻസ്. അല്ലേ, നോബിൾ ആക്ഷൻസ്, നല്ല നല്ല ആക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളെപ്പോഴും ട്രാജഡി നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യപ്പെടേണ്ടത്. When it comes to comedy, imitates the base, ridiculous or foolish things. It often exaggerates human flaws and behaviors for humor. നമ്മൾ ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ഒരു കോമഡിക്ക് എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യും? We have to imitate the base or ridiculous or foolish things. അല്ലേ, ആളുകൾ ചിരിപ്പിക്കാൻ എന്ത് ചെയ്യും? നമ്മളൊക്കെയാണ് അതിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. Then when it comes to music, imitates abstract emotions, joy, sadness without depicting specific action. We don't need any action to imitate music. Do we need? No. അല്ലേ, നമുക്കൊരു മ്യൂസിക് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല? ആക്ഷൻസിൻ്റെ ആവശ്യമില്ല, ഡയലോഗിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. We need a flute or lyre. അല്ലേ, we can imitate. How can we imitate music? നമ്മൾ അത് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ അടുത്തും പറയാം. ദ നെക്സ്റ്റ് വൺ, മാനർ. ഹൗ ഈസ് ദ ഇമിറ്റേഷൻ പ്രസൻറ്റഡ്? നമുക്ക് ഈ പ്രസൻറ്റ് ചെയ്യണമല്ലോ ഇമിറ്റേഷൻ. ഹൗ ഈസ് ദ ഇമിറ്റേഷൻ പ്രസൻറ്റഡ്? ഇൻ ട്രാജഡി ഓഫൺ യൂസസ് ഡ്രമാറ്റിക് പെർഫോമൻസ് വെയർ ആക്ഷൻസ് ആർ ഷോൺ ലൈവ് ഓൺ സ്റ്റേജ് വിത്ത് ഡയലോഗ്സ്, കോസ്റ്റ്യൂംസ് ആൻഡ് മ്യൂസിക്. നമ്മൾ എങ്ങനെയാണ് ഈ ട്രാജഡി നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഹൗ ഇസ് പ്രസൻറ്റേഷൻ? ഹൗ ഇസ് എ മാനർ? ഓഫൺ യൂസസ് ഡ്രമാറ്റിക് പെർഫോമൻസിൽ, നമ്മൾ ഡ്രമാറ്റിക് പെർഫോമൻസിലൂടെ എന്ത് ചെയ്യുന്നത്? ഇത് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ദാറ്റ്സ് ദ മീനിങ് ഓഫ് മാനർ. ഓക്കെ, വെർ ആക്ഷൻസ് ആർ ഷോൺ ഇൻ ലൈവ് ഓൺ സ്റ്റേജ് വിത്ത് ഡയലോഗ്, കോസ്റ്റ്യൂംസ് ആൻഡ് മ്യൂസിക്. നമ്മൾ ഒരു
ലൈവ് സ്റ്റേജിലാണ് നമ്മൾ കാണിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഫ്രം ദെയർ we will include some music, dialogue, costumes and all. Okay. Then when it comes to comedy, presented in a similar manner but in a humorous style. കോമഡിയും ട്രാജഡിയും രണ്ടും ഒരേ സംഭവം, രണ്ടും ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റ് ഓൺ ദി സ്റ്റേജ്, ലൈവ് ഓൺ ദി സ്റ്റേജ്, എല്ലാം ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, ആക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് ഇൻ ട്രാജഡി ഇറ്റ് ഈസ് an imitation of serious and noble actions. When it comes to comedy, it imitates the base, ridiculous or foolish. രണ്ടും ഒരേ സ്റ്റൈലാണ്, പക്ഷേ ഒന്ന് സീരിയസ് ആൻഡ് നോബിൾ ആക്ഷൻസ് ആണെങ്കിൽ ഒന്നെന്തായിരിക്കും ഹ്യൂമറസ് സ്റ്റൈലിലാണ് ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് മാത്രം കേട്ടോ. Then when it comes to epic poetry, narrates the story through a single storyteller, often in verse. വേഴ്സ് ഫോമിലായിരിക്കും നമ്മൾ ഈ സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ട്സ് മീൻ വേഴ്സ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പോയം അല്ലേ, ഒരു പോയം പോലെ തന്നെ നമ്മൾ എഴുതുന്നത് അല്ലേ. ദാറ്റ്സ് ദ മീനിങ് ഓഫ് വേഴ്സ്. നരേറ്റ്സ് ദ സ്റ്റോറി ത്രൂ എ സിംഗിൾ സ്റ്റോറി ടെല്ലർ. എപ്പിക് പോയട്രി അങ്ങനെയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ when it comes to medium, what tools are used to create the imitation? എന്തൊക്കെ ടൂൾസാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് മീഡിയം. മറന്നു പോകരുത്. വാട്ട് ഈസ് ദ ടൂൾസ് ദാറ്റ് വി യൂസ്ഡ് ടു ഇമിറ്റേറ്റ് our things, അല്ലേ? In tragedy and comedy, what are the things or what are the tools that we use to imitate? Combine speech, music and rhythm. Music and rhythm. We should combine speech, അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? സ്പീച്ച് കമ്പൈൻ. വൈ വി യൂസ് കമ്പൈൻ സ്പീച്ച്? അതായത് നമ്മൾ ഒരേ മോഡൽ സ്പീച്ചല്ലേ പറയാം അല്ലേ. കുറച്ച് ചില സമയങ്ങളിൽ മ്യൂസിക് വരും, ചില ഡയലോഗ് വരും, ചില സമയങ്ങളിൽ നമ്മുടെ വെറും നമ്മൾ കോളർ സോങ് ഒക്കെ ഇടയ്ക്ക് കയറിയൊരു സാധനമാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ കോമ്പിനേഷൻ ഓഫ് ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ലാംഗ്വേജ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സ്പീച്ച്. അതാണ് കമ്പൈൻ സ്പീച്ച് എന്നാണ് ഉദ്ദേശിച്ചിട്ടോ. പിന്നെ വെൻ ഇറ്റ് കംസ് ടു എപ്പിക് പോയട്രി റിലൈസ് പ്രൈമർലി ഓൺ സ്പീച്ച്. ഇവിടെ എന്ത് മാത്രമേ വരുന്നുള്ളൂ? സ്പീച്ച് മാത്രമേ വരുന്നുള്ളൂ. ഓൺലി ലാംഗ്വേജ് മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? യൂസ് ചെയ്യുന്നുള്ളൂ. ഇൻ എപ്പിക് പോയട്രി വി ഡോണ്ട് നീഡ് സോങ് ഓർ മ്യൂസിക് ഓർ റിതം ഓർ സംതിങ് എൽസ്. ഓക്കെ. ദെൻ വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക് യൂസസ് മെലോഡി ആൻഡ് റിതം ടു കൺവേ ഇമോഷൻ. നമ്മൾ മ്യൂസിക് വരുന്ന സമയത്തോ വി നീഡ് ഓൺലി മെലോഡി ആൻഡ് റിതം ടു കൺവേ ദ ഇമോഷൻസ്. റെഡി? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇയാൾ ഒന്നും കൂടെ മീഡിയം ഓഫ് ഇമിറ്റേഷൻ ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയായിരിക്കും ഇത് മീഡിയം ഓഫ് ഇമിറ്റേഷൻ ഡിഫർ ചെയ്തിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഓരോ സംഭവങ്ങൾക്ക് എപ്പിക് പോയട്രി അല്ലെങ്കിൽ ട്രാജഡി ഇതിനൊക്കെ എങ്ങനെയൊക്കെയായിരിക്കും വരുന്നത് എന്നാണ് നമ്മൾ അടുത്ത ചാപ്റ്റർ നോക്കാൻ പോകുന്നത്. അടുത്ത ചാപ്റ്ററിൽ അടുത്ത ലൈനിൽ നോക്കാൻ പോകുന്നത്. Aristotle identifies the tools or mediums through which different art form imitate life. ഈ മീഡിയം എങ്ങനെയൊക്കെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം ആര്? അരിസ്റ്റോട്ടിൽ. The key mediums are rhythm, language and harmony. റിതം, ലാംഗ്വേജും ഹാർമണിയാണ് മീഡിയംസ് ഓഫ് ഇമിറ്റേഷനിൽ കാര്യമായിട്ട് വരുന്ന 2-3 സംഭവങ്ങൾ. ഓർത്ത് വെക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ കറക്റ്റ് പറഞ്ഞു പോകുന്ന ഏരിയകളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ പോകണം. ദെൻ rhythm, language and harmony. Rhythm, language and harmony in art forms. Epic poetry, tragedy, comedy, dithyrambic poetry and music. ഇതിലൊക്കെയാണ് rhythm വരുന്നത്, ഏതൊക്കെയാണ് ലാംഗ്വേജ് വരുന്നത്, ഏതൊക്കെയാണ് മൂന്ന് ഒരുമിച്ച് വരുന്നത് ഒക്കെ മൂന്ന് നോക്കിപ്പോകണം. These art forms use a combination of rhythm, language and harmony. Epic poetry വരുന്നത് എന്താണ്? Primarily uses language, often rhythmatic and metered form. ഇവിടെ പ്രൈമറി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എപ്പിക് പോയട്രി ലാംഗ്വേജിന് മാത്രം. ഓൾറെഡി പറഞ്ഞു, മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എപ്പിക് പോയട്രിലോ പ്രൈമറി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ലാംഗ്വേജിന് മാത്രമാണ്, വേറൊന്നും വരുന്നില്ല. പക്ഷെ ദ വാസ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ഹാർമണിയും വരുന്നുണ്ട്. പക്ഷേ റിതം ആൻഡ് മീറ്റർ ഫോം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ജനറലി വി സീ ദാറ്റ് എപ്പിക് പോയട്രി ഓൺലി യൂസസ് ലാംഗ്വേജ്, പ്രൈമറി യൂസ് ഓഫ് ലാംഗ്വേജ് ആണ്. അടുത്ത പോയിന്റ് ട്രാജഡി വരുമ്പോഴോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലാംഗ്വേജ് അല്ലേ. നമ്മൾ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ നമ്മൾ പാട്ട് ഇതുണ്ടാവും, അതിൽ മ്യൂസിക് വരും, എല്ലാം അതിൽ വരും. അതുകൊണ്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലാംഗ്വേജ്. വി ക്യാൻ സേ ദാറ്റ് വിത്ത് റിതം ആൻഡ് ഹാർമണി. ഇവിടെ റിതവും വേണം ഹാർമണിയും വേണം, ബിക്കോസ് ഇറ്റ്സ് എ ട്രാജഡി. കോറൽ ഓഡ്സ് ഇൻ ഗ്രീക്ക് ട്രാജഡി അല്ലേ. Why he says that with rhythm and harmony? Because there was a team of chorus അല്ലേ. They should narrate what happened next, or they should give a sound effect and they should give a costume. ഇതൊക്കെ എന്ത് കൊടുക്കുന്ന ആൾക്കാരാ? ഈ ടീം ഓഫ് കോറസ് അതെല്ലാം കൊടുക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ട്രാജഡി നീഡ്സ് combination of speech or combination of language and also with the rhythm and harmony. അപ്പോൾ എന്തിനു വേണം? അപ്പോൾ ട്രാജഡിക്ക് മൂന്നും വേണം, ലാംഗ്വേജും വേണം, റിതവും വേണം, ഹാർമണിയും വേണം. ഓക്കെ. ദെൻ what is happened to comedy? Use a language and rhythm, often lighter tone, no need of harmony. ഇവിടെ ലാംഗ്വേജും റിതവും മാത്രം മതി, ഹാർമണിയുടെ ആവശ്യം വരുന്നില്ല എന്ന് ആര് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. Then when it comes to dithyrambic poetry, a type of choral hymn sung to honor Dionysius. Who is Dionysius?
and is the god of wine or drama or poetry. Okay, so a type of choral hymn sung to Dionysius, relying heavily on harmony and rhythm. അപ്പോൾ ഹാർമോണിയം റിതത്വം മാത്രമാണ് എന്ത് ഫോളോ ചെയ്യുന്നത്, ഡിത്രാമിക് പോയട്രി ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. വെൻ ഇറ്റ് കംസ് ടു എപ്പിക് പോയട്രി, ലാംഗ്വേജ് ഓൺലി. വെൻ ഇറ്റ് കംസ് ടു ട്രാജഡി, combination of language, harmony and rhythm. When it comes to comedy, use language and rhythm. Then when it comes to dithyrambic poetry, what? Harmony and rhythm. No need to language. What are speaking ആവശ്യമില്ല, only harmony rhythm മാത്രം മതി എന്തിന്, dithyrambic poetry. When it comes to music, primarily uses rhythm and harmony to convey emotions and abstract ideas. അപ്പോൾ ഓർത്ത് വെക്കുക, നോട്ട് ചെയ്തുണ്ടാക്കുക കേട്ടോ. ഈ നോട്ട് ഫോളോ ചെയ്ത് പോയത് ആരും നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. ഞാൻ ഈ പറയുന്ന പോയിൻറ്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്യുക, നിങ്ങളുടെ പോയിൻറ്റ്സ് നിങ്ങൾ തന്നെ നോട്ട് ചെയ്യുക. ആ ഷോർട്ട് നോട്ട് എപ്പോഴും നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, ദെൻ വെൻ ഇറ്റ് കംസ് ടു ഫ്ലൂട്ട് ആൻഡ് ലയർ മ്യൂസിക്, ഇത് പറയുന്നുണ്ട് ഫ്ലൂട്ടും ലയറും. പിന്നെ അടുത്ത ലൈനിൽ പറഞ്ഞ സാധനമാണ് വാട്ട് ഹാപ്പൻ ടു ഫ്ലൂട്ട് ആൻഡ് ലയർ. ഫ്ലൂട്ട് ആൻഡ് ലയർ ഈസ് കം അണ്ടർ മ്യൂസിക് അല്ലേ. മ്യൂസിക്കിൽ അണ്ടർ വരുന്ന സാധനം എന്ത്, ഈ ഫ്ലൂട്ടും ലയറും. ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ഹാർമണി ആൻഡ് റിതം. ഒരു മൂള് പറഞ്ഞു നമ്മൾ ഹാർമണി റിതം മാത്രമേ യൂസ് ചെയ്യുള്ളൂ മ്യൂസിക് എന്ന് പറയല്ലേ. Then how the harmony rhythm uses in these flute and lyre അല്ലേ, എങ്ങനെയാണ്? Example, a flute might imitate the calmness of a serene scene through soft flowing melodies അല്ലേ. എങ്ങനെയാണ് ഫ്ലൂട്ട് ഒരു കാംനെസ്, ഒരു സെറീനായ സംഭവം എക്സ്പ്രസ് ചെയ്യുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ സോഫ്റ്റ് ഫ്ലോയിങ് മെലഡീസ് അല്ലേ. നമുക്ക് നല്ല കേൾക്കാൻ നല്ല നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള മെലഡീസ് ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഇങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മെലഡീസ് ഉണ്ടാവുമല്ലോ, അതിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്നത്. Then when it comes to lyre, it could create tension or joy using different tempos and harmonies. അത് ഫ്ലൂട്ടിലും ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. ലയറിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, ലയർ could create tension or joy using different tempos and harmonies. ഡിഫറെൻറ്റ് ടെമ്പോസും ഡിഫറെൻറ്റ് ഹാർമണീസ് വെച്ചുമ്പോൾ ടെൻഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ. ദെൻ വെൻ ഇറ്റ് കംസ് ടു ഡാൻസിങ്, ഈ ഡാൻസിങ് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റിൽ ഒരു ലൈനിൽ 3 വേർഡ് പറഞ്ഞ സാധനമാണ്. ഡാൻസിങ് റിലൈസ് സോൺലി ഓൺ റിതം. ഡാൻസിങ് എന്ന് പറയുന്നൊരു ഒരു സംഭവമുണ്ട്, അതെന്താണ്, ഇറ്റ്സ് റിലൈസ് സോൺലി ഓൺ റിതം. ഡാൻസ് എന്ന് പറയുന്നത് റിതത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആര്, അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കണം, മറന്നു പോയി, ഇതൊക്കെ നോട്ട് ചെയ്യണം, പോയിന്റ്സൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. ദെൻ ത്രൂ മൂവ്മെൻറ്റ് ടു ഇമിറ്റേറ്റ് ക്യാരക്ടർ, ഇമോഷൻ ആൻഡ് ആക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അരിസ്റ്റോട്ടിൽ ഡിസ്കസസ് അബൌട്ട് ലാംഗ്വേജ് ആൻഡ് വേർഡ്സ് അല്ലേ. എങ്ങനെയായിരിക്കണം ലാംഗ്വേജും വേർഡ്സും, ഓർ ഹൗ ദ ലാംഗ്വേജ് സെർവ് ആസ് എ മീഡിയം ഓഫ് ഇമിറ്റേഷൻ. എങ്ങനെയായിരിക്കണം ഈ ലാംഗ്വേജ് ആസ് എ മീഡിയം ഓഫ് ഇമിറ്റേഷൻ. എങ്ങനെയാണ് ലാംഗ്വേജ് മീഡിയം ഓഫ് ഇമിറ്റേഷൻ ആവുന്നത്? ഐദർ ഓൺ ഇറ്റ്സ് ഓൺ ഓർ കമ്പൈൻ വിത്ത് അതർ എലമെൻറ്റ്സ്. ഒന്നിൽ ഒറ്റക്കോ അല്ലെങ്കിൽ മറ്റ് എലമെൻറ്റ്സിൻ്റെ കൂടെ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ്സ് എ മീഡിയം ഓഫ് ഇമിറ്റേഷൻ ആവുന്നത് അല്ലേ. ലാംഗ്വേജ് അലോൺ, വെൻ ഇറ്റ് കംസ് ലാംഗ്വേജ് അലോൺ, ഹൗ ദ ഇമിറ്റേഷൻ വർക്ക്സ്. പ്രോസ് ആൻഡ് വേഴ്സിലാണ് ലാംഗ്വേജ് ക്യാൻ ഇമിറ്റേറ്റ് ലൈഫ് ത്രൂ ഡിസ്ക്രിപ്റ്റീവ് ഓർ നരേറ്റീവ് പ്രോസ് ഓർ ത്രൂ മീറ്റേഡ് റിതമിക് വേഴ്സ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു പ്രോസ് ആൻഡ് വേഴ്സ്, പ്രോസിലും വേഴ്സിലും വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് അലോൺ. അവിടെ ലാംഗ്വേജ് മാത്രം മതി, വേറെ എന്തെങ്കിലും വേണം അവിടെ. പ്രോസും വേഴ്സ്, വാട്ട്സ് മീനിങ് വേഴ്സ്, പ്രോസും വേഴ്സ് എന്താ, പ്രോസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് നോവൽ ഓർ സ്പീച്ചിന് പ്രോസ് എന്ന് പറയുമ്പോൾ വേഴ്സും അങ്ങനെ തന്നെയാണ്. പക്ഷേ വേഴ്സ് വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് വി ഹാവ് ടു ആഡ് റിതം കൂടി ആഡ് ചെയ്യണമെന്ന് മാത്രം വെൻ ഇറ്റ് കംസ് ടു വേർഡ്സ്. പിന്നെ പറയുന്നുണ്ട് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് അല്ലേ. പ്രോസിന് എന്ത് മാത്രം മതി, ലാംഗ്വേജ് മാത്രം, ഫോക്കസ് ഓൺ സ്റ്റോറി ടെല്ലിംഗ് ഓർ കൺവേയിങ് ഇൻഫർമേഷൻ വിത്തൗട്ട് റിതം ഓർ മീറ്റർ. നമുക്ക് റിതോ മീറ്ററൊന്നും ആവശ്യമില്ല, നമ്മൾ ഇൻഫർമേഷൻ മാത്രം കൺവേ ചെയ്യാനാണ്. സോ ഇറ്റ്സ് നീഡ് ഓൺലി ലാംഗ്വേജ് അലോൺ. Then when it comes to verse, adds rhythm and structure through meter, creating a more formal and artistic effect. ഇവിടെ എന്ത് വേണം, ഇവിടെ റിതവും കൂടി വേണം, റിതം ആൻഡ് മീറ്ററും കൂടെ വേണം, എന്നാലും എന്ത് പറ്റുള്ളൂ, നമുക്കൊരു പദ്യം മോഡൽ ചൊല്ലുന്ന സാധനമുള്ള വേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു റിതമാറ്റിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ റിതവും മീറ്ററും വേണമെന്ന് പറയുന്നുണ്ട് ആര്, അരിസ്റ്റോട്ടിൽ കേട്ടോ. ദെൻ മീറ്റർ ആൻഡ് ഫോം ആണ്. വേഴ്സ് ക്യാൻ ഹാവ് സിംഗിൾ മീറ്റർ. വേഴ്സിന് എന്തേ പാടുള്ളൂ, സിംഗിൾ മീറ്ററേ പാടുള്ളൂ എന്ന് പറയേണ്ട ആര്, അരിസ്റ്റോട്ടിൽ. വേഴ്സ് ക്യാൻ ഹാവ് സിംഗിൾ മീറ്റർ such as iambic pentameter in Shakespeare's plays. ഷേക്സ്പിയറിൻ്റെ പ്ലേസിൽ പറഞ്ഞ പോലെ അയാംബിക് പെൻറ്റാമീറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, മീറ്റർ ഒന്നും ആര് പറയുന്നുണ്ട്, അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ദെൻ ചാലഞ്ച് ഇൻ നെയിമിങ്. പിന്നെ അടുത്ത് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അരിസ്റ്റോട്ടിൽ നോട്ട്സ് ദാറ്റ് നോട്ട് ഓൾ പോയറ്റിക് വർക്ക്സ് ഹാവ് സ്പെസിഫിക് നെയിംസ്.
ഇപ്പോൾ ഒരാൾ ഒരു കുറച്ച് സംഭവം ഒരു വേഴ്സ് ഫോമിൽ എഴുതി അല്ലെങ്കിൽ ഒരു പോയം മോഡൽ എഴുതി, വി കാൺ കോൾ ആസ് എൻ എപ്പിക് പോയിറ്റ്, ഓർ വി കാൺ കോൾ ആസ് എൻ എപ്പിക്, ഓർ വി കാൺ കോൾ ആസ് എൻ കോമഡി, വി കാൺ കോൾ ആസ് എൻ ട്രാജഡി, നമുക്കൊന്നും വിളിക്കാൻ പറ്റില്ല. Aristotle notes that not all poetic works have specific names, especially those that use language alone without being part of a larger form like tragedy or comedy. ട്രാജഡിയോ കോമഡി എഴുതുന്ന പോലെ നമുക്കൊരു ഒരാളിപ്പോൾ ഒരു കുറച്ച് നോമ്പുകളുടെ എഴുതി പേപ്പറിലുണ്ട് എഴുതി അല്ലെങ്കിൽ ഒരു പൈറസിൽ എഴുതി. പൈറസ് മീൻസ് അറ്റ് ദാറ്റ് ടൈം ദ യൂസ് ടു നോട്ട് ദ തിങ്സ് ഇൻ പൈറസ് ലീവ്. ഒരു ലീവാണ്, ഒരു ലീവ്സിൻ്റെ പേരാണ് കേട്ടോ, ഒരു ഇലയുടെ പേരാണ് പൈറസ് ലീവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ എഴുതി വി കാൺ കോൾ ആസ് എ പോയിറ്റ്, അല്ലെങ്കിൽ വി കാൺ കോൾ ദാറ്റ് തിങ് ആസ് എ പോയിട്രിക് art. Someone writing a narrative in verse might not fit nearly into categories like epic poet or tragedy. താഴത്ത് മിസ് ചെയ്ത് പോകുന്നുണ്ടോ, നമുക്ക് ഈ സൈഡിൻ്റെ വിഷയം കൂടെ നമുക്ക് സാധനം കാണാത്ത, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ത് ഒരാളൊരു നരേറ്റീവ് പോലെ ഒരു വേഴ്സ് പോലെ ഒരു വേഴ്സ് ആക്കി ഒരു നരേറ്റീവ് സാധനം ഒരു വേഴ്സ് ആക്കി എഴുതി. വി കാൺ കോൾ ഇസ് എൻ എപ്പിക് പോയിറ്റ് അല്ലേ? കൻ വി കോൾ ഇൻ എപ്പിക്? നോ. സോ എപ്പിക് മീൻസ് it's an imitation of art, it's an imitation of personality, it's an imitation of expression, it's an imitation of emotion. അല്ലാണ്ട് ജസ്റ്റ് ഒരു നരേഷൻ പോലെ വേഴ്സ് ഫോമിൽ എഴുതിച്ചത് വി കാൺ കോൾ ആസ് എൻ എപ്പിക് പോയിറ്റ്. നമുക്ക് നമുക്ക് വിളിക്കാൻ പറ്റില്ല, വി കാൺ കോൾ ആസ് എൻ എപ്പിക് പോയിറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അത് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. Then and also in next line he says that mislabeling poets, അല്ലേ? എന്താ mislabeling poets? Aristotle criticizes the tendency to label someone a poet merely because their work uses meter. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് ഒരു പോയിറ്റ് മീറ്റർ ഉപയോഗിച്ച് എഴുതുന്ന വിചാരിച്ച് നമുക്ക് എന്ത് പറ്റില്ല, വി കാൺ കോൾ ആസ് എ പോയിറ്റ്. എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് എക്സാംസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളൂ, മറന്നു പോകണ്ടേ. ഹോമർ ഈസ് റൈറ്റ്ലി കോൾഡ് എ പോയിറ്റ്. ഹോമർ എന്ത് പറയുന്നുണ്ട്? ഹോമർ ഒരു പോയിറ്റാണ്. വൈ ഹി കോൾഡ് ആസ് ഹോമർ ആസ് എ പോയിറ്റ്? ബിക്കോസ് ഹി ഇമിറ്റേറ്റ്സ് നോബിൾ ആക്ഷൻസ് ആൻഡ് ടെൽസ് സ്റ്റോറീസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇയാൾ നോബിൾ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ ടെൽ സ്റ്റോറീസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോറീസും പറഞ്ഞിട്ടുണ്ട്. എംപെഡക്കിൾസ്, എ philosopher and scientist, wrote about natural phenomena in verse, but his work isn't poetic in content, it's scientific. അടുത്ത് പറഞ്ഞ എംപെഡക്കിൾസ് എന്ന് പറഞ്ഞൊരു റൈറ്റർ പറഞ്ഞത് ഈസ് ഫിലോസഫർ ആൻഡ് സയൻറ്റിസ്റ്റ് ഇൻ ദാറ്റ് ഏജ്, ആൻഡ് ഹി സേസ് ദാറ്റ് ഹി റോട്ട് അബൌട്ട് നാച്ചുറൽ ഫിനോമിന ഇൻ വേഴ്സ്. അയാൾ എന്തുണ്ട്? അയാൾ സയൻറ്റിസ്റ്റാണ്, ഈസ് എ സയൻറ്റിഫിക് ഫിലോസഫറാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? കുറച്ച് നമ്മൾ വേഴ്സ് ഫോമിൽ എഴുതി. ബട്ട് വി കാൺ കോൾ ഹിം ആസ് എ പോയിറ്റ്. വൈ വി കാൺ കോൾ ഹിം ആസ് എ പോയിറ്റ്? നമുക്ക് എന്തെങ്കിലും പോയിന്റ് വിളിക്കാൻ പറ്റുന്ന കാരണം എന്താണ്? ബട്ട് ഹിസ് വർക്ക് ഈസ് ഇൻ പോയറ്റിക് ഇൻ കണ്ടന്റ്, ദാറ്റ്സ് മീനിങ്, ദാറ്റ്സ് എ റീസൺ. ഹിസ് വർക്ക് ഈസ് നോട്ട് ഇൻ പോയറ്റിക് കോണ്ടന്റ്. അയാൾ വർക്ക് എന്തല്ല, ഒരു പോയറ്റിക് കോണ്ടിലുള്ള സാധനമല്ല. ദാറ്റ്സ് വൈ വി കാൺ കോൾ ഹിം ആസ് എ വാട്ട് പോയിറ്റ്. അരിസ്റ്റോട്ടിലെ പോയിന്റ് എന്താണ്? എ ട്രൂ പോയറ്റ് ഇമിറ്റേറ്റ്സ് ലൈഫ്. ഒരു പോയറ്റ് എപ്പോഴും എന്ത് ചെയ്യണം? ലൈഫിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. ഇമോഷൻസിനെ ഇമിറ്റേറ്റ് ചെയ്യണം, ആക്ഷൻസിനെ ഇമിറ്റേറ്റ് ചെയ്യണം, നോട്ട് ജസ്റ്റ് ടെക്നിക്കാലിറ്റീസ് ഓഫ് മീറ്ററിനെ മീറ്റർ ഉപയോഗിച്ച് ചെയ്തിട്ട് ഒരാൾ മുമ്പ് വിളിക്കാൻ പറ്റില്ല, പോയിറ്റിനെ വിളിക്കാൻ പറ്റില്ല. കോമ്പിനേഷൻ ഓഫ് മീറ്റേഴ്സ്. സം പോയിറ്റ്സ് ലൈക്ക് കാരമൺ ഇൻ ഹിസ് വർക്ക് കാൻഡോ മിക്സ്ഡ് ഡിഫറെൻറ്റ് മീറ്റേഴ്സ് ഇൻ എ സിംഗിൾ കോമ്പോസിഷൻ. ഒരു സിംഗിൾ കോമ്പോസിഷൻ എന്ത് ചെയ്തു? ഒരുപാട് മീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എനി ഹൗ വി ക്യാൻ കോൾ ഹിം ആസ് എ പോയിറ്റ്. വൈ? Despite this experimentation, he experimented this technique in his work. Despite this experimentation, such works still fall under the broader category of poetry. നമുക്ക് അങ്ങനെ ആൾ മീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും വി ക്യാൻ ഇൻക്ലൂഡ് ഹിം ആ ബ്രോഡർ കാറ്റഗറി ഓഫ് പോയട്രി. അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വൈ? ബിക്കോസ് ഹി ഇമിറ്റേറ്റ്സ് ലൈഫ്. അതാണ് അരിസ്റ്റോട്ടിൻ്റെ മെയിൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞത്. ബിക്കോസ് ഹി ഇമിറ്റേറ്റ്സ് ലൈഫ്. അവിടെ മൂന്നാളെ കുറിച്ച് പറഞ്ഞു. ഹോമറിനെ കുറിച്ച് പറഞ്ഞു. ഹോമർ ഈസ് എ പോയിറ്റ്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ഹോമർ ഈസ് എ റൈറ്റ് പോയിറ്റ്. എംപെഡക്കിൾസ് പോയിറ്റ് അല്ല, ബിക്കോസ് ഹീസ് എ സയൻറ്റിസ്റ്റ് ആണ്. അല്ലേ? നെക്സ്റ്റ് വൺ കാരമണിനെ കുറിച്ച് പറഞ്ഞു. കാരമൺ യൂസ്ഡ് ഡിഫറെൻറ്റ് മീറ്റേഴ്സ് ഇൻ ഹിസ് പോയട്രി ഈവൻ ദോ വി ക്യാൻ കോൾ ഹിം ആസ് എ പോയിറ്റ്. വൈ? ബിക്കോസ് ഹി ഇമിറ്റേറ്റ്സ് ലൈഫ്. The next one, combination of meters. Combination of meters. Aristotle notes that even if a poet uses multiple meters in their work, ഒരു പോയിറ്റ് എന്ത് ചെയ്തു? ഒരുപാട് മീറ്റേഴ്സ് അയാളുടെ വർക്കിൽ അയാൾ യൂസ് ചെയ്തു. ദേ ആർ സ്റ്റിൽ കൺസിഡേർഡ് പോയിറ്റ്സ്. അങ്ങനെ യൂസ് ചെയ്യില്ല, നമുക്ക് ആളെ എന്ത് വിളിക്കാം? വി ക്യാൻ കൺസിഡർ ഹിം ആസ് എ പോയിറ്റ്. എന്തുകൊണ്ടാണ്? കാരമൺ, എ ഡ്രമാറ്റിസ്റ്റ്, കമ്പൈൻ വേരിയസ് മീറ്റേഴ്സ് ഇൻ ഹിസ് വർക്ക് കാൻഡോ, ബ്ലെൻഡിങ് മൾട്ടിപ്പിൾ റിതമാറ്റിക് സ്ട്രക്ചർ. Mixing meters doesn't change the artistic nature of the work. The contents is imitative qualities what define it as a poetry. ഇത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാരമൺ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാരമൺ യൂസ്ഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റേഴ്സ് ഇൻ ഹിസ് പോയട്രി. നമ്മൾ മീറ്റർ അല്ല നോക്കുന്നത്. വാട്ട് അരിസ്റ്റോട്ടിൽ ഗീവ് എ സ്ട്രെസ് ഓൺ ദാറ്റ്
It is a imitative quality അല്ലേ, how the poetic art or how the poetic was being imitated, എങ്ങനെയാണ് ഈ സാധനം ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത് ആര് നോക്കുന്നത്, അരിസ്റ്റോട്ടിൽ നോക്കുന്നത്. Aristotle emphasizes the poetry is about imitation, not just structural features like meter or rhythm. ഇയാൾ മീറ്ററോ ഇതല്ല ആര് നോക്കുന്നത്, അരിസ്റ്റോട്ടിൽ നോക്കുന്നത്. ഹി ഓൺലി ഫോക്കസ് ഓൺ ദി വാട്ട്, imitation. Poetry, the quality of imitation. Okay, a poet can innovate with form while still adhering to the core purpose of poetry. Then അടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 7 types of poetry using rhythm, tune and meter. ടൈപ്സ് ഓഫ് പോയട്രി ഉണ്ട് അല്ലേ, ഏതൊക്കെ ടൈപ്പ് ഓഫ് പോയട്രിയാണ് ഈ ട്യൂണ്, റിതം, മീറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത്. In dithyrambic and nomic, what is dithyrambic poetry? We already learned that dithyrambic poetry, it's Hymen sung in honor of Dionysus. Dionysusനെ നമ്മൾ ഹോണർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോറസ് സോങ് ആണ് വിളിക്കുന്നത്, നമ്മൾ dithyrambic poetry വിളിക്കുന്നത് അല്ലേ. യൂസിങ് എ ബ്ലെൻഡ് ഓഫ് റിതം, ട്യൂൺ ആൻഡ് മീറ്റർ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസിങ് എ ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് റിതം, ട്യൂൺ ആൻഡ് മീറ്റർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോമ്പിനേഷൻ ആണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റിതം, ട്യൂൺ ആൻഡ് മീറ്റർ. dithyrambic poetry നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റിതം യൂസ് ചെയ്യുന്നുണ്ട്, ട്യൂൺ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് മീറ്റർ ഓൾസോ യൂസ്ഡ് മീറ്റർ. In nomic poetry, it's a melodic composition with specific cultural or ceremonial significance. Nomic poetry, we don't try to use these things. ഏതൊക്കെയാണ്, റിതം യൂസ് ചെയ്യുന്നില്ല, ട്യൂൺ യൂസ് ചെയ്യുന്നില്ല, മീറ്റർ യൂസ് ചെയ്യുന്നില്ല. Okay. Then when it comes to tragedy and comedy, what's the meaning of tragedy and comedy? Tragedy and comedy use these elements variably അല്ലേ. എന്ത് ചെയ്യുന്നുണ്ട്, ട്രാജഡിയും കോമഡിയും ഈ എലമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഐ ഓൾറെഡി സെഡ് ദാറ്റ് ഇസ് കോമ്പിനേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ്. അതൊരു കോമ്പിനേഷനാണ് എലമെൻറ്റ്സിൻ്റെ. സോ സംടൈംസ് ഫോക്കസിങ് മോർ ഓൺ ലാംഗ്വേജ് ആൻഡ് റിതം. ചില സമയങ്ങളിൽ ട്രാജഡി ആയിക്കോട്ടെ, കോമഡി ആയിട്ട് യൂസ് ചെയ്യുന്നതിനേക്കും മോർ ദ ഫോക്കസ് ഓൺ ഡയലോഗ്സ് മാത്രം ചില സമയങ്ങളിൽ അവരുടെ ഫോക്കസ്. അതർ ടൈംസ് ഇൻറ്റഗ്രേറ്റിംഗ് ട്യൂൺ ആൻഡ് മീറ്റർ. ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, ട്യൂണും മീറ്ററും ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ലൈക്ക് കോറൽ സോങ് ഇൻ ഗ്രീക്ക് ട്രാജഡി അല്ലേ, അവിടെ കോറൽ സോങ് എന്ന സമയത്ത് ദേ ഷിഫ്റ്റ് ഇൻ ടു ട്യൂൺ ആൻഡ് മീറ്റർ. അറ്റ് ദാറ്റ് ടൈം they don't need language, or they don't need language and rhythm. At that time they only need tune and rhythm. Okay, then what is the key differences between dithyrambic and nomic poetry with tragedy and comedy? ഇതും അതിൽ പറയുന്നുണ്ട്, ടെക്സ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് dithyrambic and nomic poetry എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് കോൺസിസ്റ്റൻ്റ്ലി യൂസ് റിതം, ട്യൂൺ ആൻഡ് മീറ്റർ ടുഗദർ ഇൻ ഹാർമണി. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, dithyrambic nomic poetry രണ്ടും ഒരേ സമയം യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് രണ്ടും. But in tragedy and comedy, adjust the balance based on dramatic needs. In dithyrambic poetry, they used at all times. എല്ലാ സമയത്തും ഈ റിതം, ട്യൂൺ, മീറ്റർ യൂസ് ചെയ്ത് പോകുന്നുണ്ട്. But when it comes to tragedy and comedy, it won't use at all the times. It adjusts the balance based on dramatic needs. അവിടെ എന്താണ് ആ സമയത്ത് ആവശ്യം, അതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് അവർ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന കൺക്ലൂഷൻ ആൻഡ് ആർട്സ് ഓഫ് ഇമിറ്റേഷൻ. അത് പറയുന്നത് എന്താണ്, നമ്മൾ ഇത്രയും പറഞ്ഞ നമ്മൾ ഒന്നും പറയാമെന്ന് മാത്രം. ഇറ്റ് ഇസ് വേരിയസ് മെത്തേഡ്സ് ഇൻ മെറ്റീരിയൽസ് ഇമിറ്റേഷൻ, മീഡിയം ഇമിറ്റേഷൻ പറഞ്ഞു, മ്യൂസിക്, പോയട്രി, ഡ്രമാറ്റിക് ആർട്സ്. ഇതിന് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത്രയും ഇങ്ങനെ ഡിസ്കസ് ആകുന്നതിന് ഒന്നും കൂടി പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ടെക്സ്റ്റിൽ. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ചാപ്റ്റർ 2. ഓക്കെ, വി ആർ ഗോയിങ് ടു ചാപ്റ്റർ 2.